നിത്യേന നമ്മൾ പലതരത്തിലുള്ള വികാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പം സങ്കടം വരും, ചിലപ്പോൾ പല സ്നേഹം ഉണ്ടാവും, ചിലപ്പം വെറുപ്പായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഓരോ ദിവസവും. അത് സെക്കൻഡുകൾ കൊണ്ട് ചിലപ്പം മാറി മറിയും. ഹൃദയം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. കൽബ് എന്ന് പറഞ്ഞാൽ ചിന്തകളിങ്ങനെ മാറി മറിയുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഏറ്റവും ഉദാത്തമായ ഒരു വികാരമെന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച തൻ്റെ റബ്ബിനോടുള്ള സ്നേഹമാണ്. ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്ന്, സ്നേഹിച്ചത് കൊണ്ട് ഒരു നഷ്ടം വരാതിരിക്കാം. അപ്പം സാധാരണഗതിയിൽ കാമുകന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, അതിലൊക്കെ ആ സ്നേഹത്തിലൊക്കെ ചില പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് ആസ്വദിക്കുന്നവർ, അത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റെന്തിനേക്കാളും വലിയൊരു വല്ലാത്തൊരു വികാരമാണ്. അപ്പം എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം? ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും നമ്മളെ അനുഗ്രഹങ്ങൾ, ഒട്ടേറെ ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ നിലനിർത്തുന്ന ആ റബ്ബ് അല്ലേ, എത്ര വലിയ അക്രമം ചെയ്താലും. ഇപ്പോൾ നമ്മൾ വീട്ടിലൊരാളെ പണിക്ക് വിളിച്ചിട്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ജോലി ഒരാളെ ഏൽപ്പിച്ചത് കൃത്യമായി നിർവഹിക്കാത്ത ഒരാളോട് നമ്മുടെ നിലപാടെന്തായിരിക്കും? അത് നമ്മൾ പിരിച്ചുവിടും, ചീത്ത പറയും, ശമ്പളം കുറക്കും, ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കും. ഇതൊക്കെ നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് ഇത്രയും നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാതെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് പോലും എത്രയോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിലനിർത്തി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒന്ന് പശ്ചാത്തപിച്ചാൽ, ആത്മാർത്ഥമായി തൗബ ചെയ്താൽ. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഉഹുദിൻ്റെ ചരിത്രം വായിച്ചു. ഉഹുദ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് പരിക്കുകളുണ്ടാക്കി 70ഓളം സഹാബിമാർ മരണപ്പെട്ട യുദ്ധമാണ് ഉഹുദ് യുദ്ധം. അവന്മാർ മുസ്ലിങ്ങളല്ല, സഹാബത്താണ്. അതൊക്കെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന സഹാബികളാണ്, ചില്ലറക്കാരല്ല. അത്രയും ത്യാഗം സഹിച്ച, അത്രയും ദീനിനോട് കൂറ് പുലർത്തിയ, അള്ളാഹു തൃപ്തിപ്പെട്ടവരെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സഹാബത്ത് 70 ആളുകളാണ് ആ യുദ്ധത്തിൽ മരിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ പരിക്കേറ്റ്, മുറിവുകളേറ്റ യുദ്ധമാണ്. ആരാണ് ഏറ്റവും കൂടുതൽ പരിക്കുകൾ മുസ്ലിം പക്ഷത്തുണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ അതിൽ 3 ആൾക്കാരാണ് നമുക്ക് കാണാൻ. ഒന്ന് ഖാലിദ് ബിൻ വലീദാണ്, 2 ഇക്രിമ ബിൻ അബൂ ജഹലാണ്, 3 അബൂ സുഫിയാനാണ്. ഈ 3 ആളുകളാണ് ഇത്രയേറെ നാശനഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പം കൊന്നവരും മരിച്ചവരുമെല്ലാം സ്വർഗത്തിലാണ്. എല്ലാവരും അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ് അല്ലേ. എല്ലാം അവർ ഇസ്ലാമിലേക്ക് വന്നു അല്ലേ. അപ്പം അതുകൊണ്ട് എന്താണ് ഉഹുദിൽ സംഭവിച്ചതില്ലേ? നമ്മൾ ആലോചിക്കുമ്പം ആ ഉഹുദിൽ മരിച്ച ആളുകൾ, ഷഹീദായ സഹാബത്തും, ആ ഉഹുദിൽ അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ, അവർ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് അവരും പിന്നീട് മുസ്ലിങ്ങളായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താണ് സഹോദരങ്ങളെ, എന്താണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ അത് ജീവിതത്തിൽ അംഗീകരിക്കാൻ തയ്യാറായി. അതിനപ്പുറത്തേക്ക് വലിയ ലോജിക്കൊന്നും ഈ ദുനിയാവിലില്ല. അള്ളാഹു എന്ത് പഠിപ്പിച്ചോ, അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യാന്നല്ലാതെ, നമുക്ക് ഇന്നലത്തെ വിമാന അപകടത്തിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു. അതിൽ ഏറ്റവും ടെക്നോളജി ഉള്ള, നമ്മൾ സാധാരണ പറയണ്ടേ, നമ്മൾ ഈ ആസ്പത്രിൻ്റെ കേസൊക്കെ പഠിക്കുമ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കുറഞ്ഞ ഡെത്ത് റേറ്റുള്ള ഒരു സേഫായിട്ടുള്ള ട്രാവലാണ് ഈ എയർ ട്രാവൽ എന്നല്ല, അതിൽ ഫ്ലൈറ്റ് എന്നല്ല. 1 in 1 million ഒരാൾ ഫ്ലൈറ്റിൽ കയറിയാൽ മരിക്കാനുള്ള സാധ്യത. 1 million ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ മരിക്കാൻ സാധ്യത ഉള്ളൂ എന്നുള്ളതാണ്. അത്ര ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും കുറഞ്ഞ അപകട മരണ നിരക്കാണ് ഫ്ലൈറ്റ്. ഒരു ആശുപത്രിയിൽ ഒരാൾ കയറിയാൽ മരിക്കാനുള്ള സാധ്യത 1 in 3000 ആണ്. മിസ്റ്റേക്ക് കൊണ്ട് മരിക്കാനുള്ള സാധ്യത അമേരിക്കൻ്റെ കണക്കനുസരിച്ച്. ഇന്ത്യയിൽ അങ്ങനെ കണക്കില്ല. അപ്പോൾ അത്രയും സേഫായിട്ടുള്ള ഒരു യാത്ര പോലും ഒരു ദുരന്തത്തിൽ അവസാനം, ഇത് മനുഷ്യൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്താണ് കാര്യങ്ങളെന്ന് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മരിച്ചു എന്ന് പറയുമ്പം ഒരു സാഹചര്യത്തിൽ, ഒരു മരണത്തെ ഒരു തരത്തിലും ഒരു അപകടം പ്രതീക്ഷിക്കാത്ത ആളുകൾ, ഹോസ്റ്റലിൽ ഭക്ഷണം കഴിക്കുന്ന ആളെ മേലെ ഫ്ലൈറ്റ് വന്ന് വീണ് മരിക്കുക എന്ന് പറയുമ്പം അതെത്ര വിദൂരമായ സാധ്യതയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഇത് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വിധിവിലക്ക് അനുസരിച്ച് കൃത്യമായി ജീവിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ മരണം എപ്പോൾ എങ്ങനെ വന്ന് നമ്മളെ പിടികൂടിയാലും അതിൽ നമ്മൾ സേഫായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അള്ളാഹു ഏറ്റവും കൂടുതൽ പുറത്ത് കൊടുക്കുന്നവനാണ്.
ഞാൻ നമ്മൾ തുടങ്ങിയ പോയിന്റ് എന്നാണ്. നമ്മളെ അപ്പോയിന്റ് ചെയ്ത ഒരാൾ കൃത്യമായി ഡ്യൂട്ടി നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നിലപാടെന്തായിരിക്കും? അള്ളാഹു നോക്കിങ്ങൾ, നമ്മൾ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിച്ചിട്ടും അള്ളാഹു വായുവോ വെള്ളമോ വെളിച്ചമോ ഓക്സിജനോ നമുക്ക് കട്ട് ചെയ്തിട്ടില്ല. അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിർത്തി തന്നിട്ടുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. ഉഹുദ് യുദ്ധത്തിൽ അത്രയും പരിക്കുകൾ ഏൽപ്പിച്ച ആ 3 ആളുകൾക്ക് മുസ്ലിമായതിൻ്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അത് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അവരെയും സ്വർഗത്തിന് അർഹരാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ മഹത്വമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുമ്പോൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും തൻ്റെ അടിമ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു നൽകും. അത്രയും ഗഫൂറാണ്, അത്രയും റഹീമാണ്. ഗഫൂറുൻ റഹീം എന്നാണ്. അള്ളാഹു കരുണാമയനാണ്, അള്ളാഹു കാരുണ്യമുള്ളവനാണ്, അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറയും കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പടച്ചോനെ ഇഷ്ടമാണ് പറയല്ല. അല്ലെങ്കിൽ നമ്മൾ കാറിലോ പെരിയിലൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കലല്ല. ഐ ലവ് അള്ളാഹ്, ഐ ലവ് നബി എന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചുള്ള എംബ്ലഡിലല്ല സഹോദരങ്ങളെ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റലാണ്. അത് വാക്കുകൊണ്ടോ സ്റ്റാറ്റസ് കൊണ്ടോ അല്ല, അത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള നമ്മുടെ ഇഖ്ലാസ് കൊണ്ട് അത് കർമ്മങ്ങളായി പുറത്തു വരണം. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുന്നതിലൂടെ, ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ ക്ഷമ പാലിക്കുന്നതിലൂടെ, അള്ളാഹുവിന് നമ്മളെക്കുറിച്ച് അള്ളാഹുവിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ വിശ്വസിക്കുന്നതിലൂടെ സഹോദരങ്ങളെ ആ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിലൂടെ ഒരാൾ ജീവിക്കാൻ തയ്യാറാവുമ്പോഴാണ് സഹോദരങ്ങളെ ആ സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റും. അള്ളാഹുവിനെ കൃത്യമായിട്ട് അള്ളാഹുവിനെ ഓർമ്മിക്കുക. വല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന മനസ്സുകൾക്കാണ് അള്ളാഹു സമാധാനം നൽകുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും വാല്യൂ നൽകാനും അതിന് പ്രിഫറൻസ് നൽകാനും എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ആ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതെങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് കൂട്ടാൻ പറ്റുക? അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ, ഗുണങ്ങളുടെ, വിശേഷണങ്ങളെ നമ്മൾ പഠിക്കുന്നതിലൂടെ, അത് പ്രാക്ടിക്കലാക്കുന്നതിലൂടെ. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു വദൂദാണ്, അള്ളാഹു ഗഫാറാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും ഓരോ സിഫത്തുകളും അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതിലൊക്കെ എന്തുണ്ട് വിശാലം, ഇത് അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നവനാണെന്ന് പറയുമ്പം ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന രഹസ്യവും പരസ്യവുമായി ചെയ്യുന്ന സകല കർമ്മങ്ങളെയും അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു ഇതിനൊക്കെ വിചാരണ ചെയ്യും എന്നുള്ളൊരു ബോധം. അതൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ, ഞാൻ പാപങ്ങൾ ചെയ്യുമ്പോൾ അതെൻ്റെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നതിലുള്ള ലജ്ജ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റിയുള്ള പേടി, ഇതൊക്കെ ഒരാളെ പാപങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നത് നമുക്ക് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അഅറാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നബിനോട്, എന്താണ് യാ റസൂലല്ലാഹ് മതസ്സാ, എന്നാണ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുക? അല്ലെ, സാധാരണ നമ്മളിങ്ങനെ അപകടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുമ്പം, മുസ്ലിങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ അന്ത്യനാൾ അടുക്കാനായി, അല്ലെ, ലോകാവസാനം ആകാറായി, എത്ര കാലമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനെ പ്രതീക്ഷിച്ചതായിട്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഉള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് അന്ന് മുതൽ അവസാനത്തെ പ്രവാചകൻ വന്നു എന്നതാണ് ലോകാവസാനത്തിൻ്റെ ആദ്യത്തെ അടയാളം. അല്ലേ, അവസാനത്തെ റസൂൽ വന്നു എന്ന് പറഞ്ഞാൽ എന്തായി? ഇനി റസൂൽ വരാനല്ല, ലോകം അവസാനിക്കാറായി എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ 1400 വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് മതസ്സാ എന്നിട്ട് ഒരാൾ നബിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നബിയെ ലോകാവസാനം എന്ന്? മാ അഅദത്തുലഹ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, മാ അഅദത്തുലഹ കസീറ സ്വലാത്തി വലാ സൗം ഇല്ലാ ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. ഞാൻ കാര്യമായിട്ട് നിസ്കാരം നോമ്പൊന്നും എൻ്റെ അടുത്തില്ല റസൂലെ, എൻ്റെ അടുത്ത് അങ്ങനെ കുറേ നിസ്കാരം നോമ്പൊന്നും എൻ്റെ അടുത്തില്ല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അൻത മഅ മിൻ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കുമെന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു സന്തോഷമുള്ള വർത്താനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞങ്ങൾ കേട്ടിട്ടില്ല. അത്രയും സന്തോഷമാണ് അത് പറയാൻ. അവരത്രയും റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ റസൂലിൻ്റെ കൂടെ ആയിരിക്കുമെന്നുള്ള ഒരു ആശ്വാസവാക്കാണ് സഹോദരങ്ങളെ അവരതിലൂടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ വിശ്വാസങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് സ്നേഹിക്കുന്നത് എന്ന് ജീവിതം കൊണ്ട് നമുക്കത് കാണിച്ചു കൊടുക്കാൻ കർമ്മങ്ങളിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ, അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകളിലൂടെ, അള്ളാഹുവിൻ്റെ തൃപ്തി പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ, ആ റസൂലിനെ പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യുന്നതിലൂടെ നമുക്ക് അത് തെളിയിക്കാൻ സാധിക്കും.
മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു. നമുക്ക് നാളെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് അതൊരു വലിയ സന്തോഷമായി അല്ലേ. ഒരാളുടെ കണ്ണുകൾക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം തൻ്റെ റബ്ബിനെ നേരിട്ട് മറയില്ലാതെ കാണുക എന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യങ്ങനെ രോഗമായി മരണശയ്യയിൽ കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വന്ന് സന്ദർശിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കൈഫത്ത് ചിതുക്ക, എങ്ങനെയാണ് ഇപ്പം എങ്ങനെ ഉണ്ട് നമ്മൾ ചോദിക്കുമല്ലോ, എങ്ങനെയുണ്ട് ഒരു ഫീലിംഗ്. മരിക്കാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നി അർജുല്ലാഹ വ ഇന്നി അഖാഫു ദുനൂബി. അള്ളാഹുവിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്, അതേ സമയത്ത് ഞാൻ എൻ്റെ ചെയ്തു പോയ പാപങ്ങളെപ്പറ്റി എനിക്ക് നല്ല പേടിയുമുണ്ടെന്നാണ്. അത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ലാ യജ്തമഅനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദാ. ഇതേപോലെ ഒരു അടിമയുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ, അതാണ് റജാ. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകുക റബ്ബിൻ്റെ കാരുണ്യത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ളൊരു പ്രതീക്ഷ. അതേപോലെ തന്നെ ഖൗഫ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിലുള്ള ഭയം. അത് രണ്ടും ഒന്നിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത്. അള്ളാഹു എന്തായാലും എനിക്ക് പുറത്തു തരും എന്ന ഒരു നിർഭയത്വത്തിൽ അത് പാപങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ പാപങ്ങളെ നമ്മൾ ആ തരത്തിൽ ന്യായീകരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അള്ളാഹു എന്തായാലും നമ്മൾ സ്വർഗ്ഗത്ത് പോകും, നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ ആൾക്കാരാണ്, അതൊക്കെ പഠിച്ചോ ഞങ്ങൾക്ക് പുറത്തു തരും എന്നുള്ള ഒരു അത് നമ്മൾ ഖൗഫില്ലാതെ പോയി റജാ മാത്രമാകുക എന്നുള്ളത്. അതേപോലെ തന്നെ റജാ ഇല്ലാതെ ഭയങ്കര ചെയ്തു പോയ പാപങ്ങളെറ്റി പേടിച്ച് ഞാൻ നരകത്തിൽ തന്നെ ഇക്കാരം എന്ന് അങ്ങേയറ്റം പേടിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ തീരെ പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥ, അത് വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്ത പാപങ്ങളെപ്പറ്റി നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് എത്ര വലുതാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരും. നമ്മളെ ശിഷ്ടജീവിതം നിലപാട് നന്നാക്കി തീർത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ, നമ്മളെ തൗബ ആത്മാർത്ഥമാണെങ്കിൽ, തൗബ ആത്മാർത്ഥമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ശിഷ്ടജീവിതം കണ്ടാൽ മനസ്സിലാവും തൗബ ആത്മാർത്ഥമാണോ എന്നുള്ളത്. നിലപാട് നന്നാക്കി കൂടുതൽ സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ മുന്നേറിയാൽ നമ്മുടെ തൗബ ആത്മാർത്ഥമായിരുന്നു എന്ന് മനസ്സിലാകും. അതുകൊണ്ട് അതൊക്കെ പടച്ചോനറിയാം. അതുകൊണ്ട് ഈ ചെയ്തു പോയ പാപങ്ങളുടെ ആധിക്യത്തിലോ അതിൻ്റെ ഗൗരവം കൊണ്ടൊരാരും നിരാശപ്പെടേണ്ടതില്ല. തഖ്നതൂ മിൻ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടരുത്. അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ വചനം ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിലപാട് നന്നാക്കി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവുക. മരണം സുനിശ്ചിതമാണ്, അത് എല്ലാവരും മരിക്കും, ഒരാളും ഇവിടെ ബാക്കിയാവില്ല. അതുകൊണ്ട് ആ മരണം ഏത് സമയത്ത് ഏതൊരവസ്ഥയിൽ എങ്ങനെ വന്ന് പിടികൂടിയാലും നമ്മളെ പരലോകം സുരക്ഷിതമാക്കിയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മുഅ്മിനായി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.